അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും ദിക്ർ സ്വലാത്ത് എന്ന നമ്മുടെ ഈ എളിയ ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ കരുണയും കാവലും സമാധാനവും നമ്മൾ ഓരോരുത്തരിലും സദാസമയവും വർഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു സാധാരണ ചരിത്ര കഥയല്ല. ഇത് കേവലം ഉറങ്ങാൻ നേരം കേട്ടിരിക്കാനുള്ള ഒരു കഥയുമല്ല, മറിച്ച് നമ്മുടെ എല്ലാം കൽബുകൾ ഭയം കൊണ്ട് വിറങ്ങലിക്കുന്ന, നമ്മുടെ ഈമാനിന്റെ അടിത്തറയെ പിടിച്ചുലയ്ക്കാൻ പോകുന്ന ഒരു പരീക്ഷണത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ്. ലോകത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളതിലും ഇനി ഉണ്ടാകാൻ പോകുന്നതിലും വെച്ച് ഏറ്റവും വലിയ ഫിത്നയെക്കുറിച്ചുള്ള പരീക്ഷണത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. അതെ, ഞാൻ പറഞ്ഞു വരുന്നത് മസീഹുദ് ദജ്ജാലിനെ കുറിച്ചാണ്. അന്ത്യനാളിന്റെ ഏറ്റവും വലിയ അടയാളങ്ങളിൽ ഒന്നായ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ കള്ളവാദിയായ ദജ്ജാലിനെ കുറിച്ച്. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു ഭയം ഉടലെടുക്കുന്നുണ്ട്, അല്ലേ? അത് സ്വാഭാവികമാണ്. കാരണം ലോകത്തിന്റെ നേതാവ്, കാരുണ്യത്തിന്റെ നിറകുടം, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയേറെ ഗൗരവത്തോടെയാണ് ഈ വിഷയത്തെ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അവിടുന്ന് അള്ളാഹുവിനോട് എല്ലാ നിസ്കാരത്തിലും ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് കാവൽ തേടാൻ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. എന്തിനാണ് നമ്മൾ ദജ്ജാലിനെ കുറിച്ച് സംസാരിക്കുന്നത്? ആളുകളെ വെറുതെ പേടിപ്പിക്കാനാണോ? അല്ല, ഒരിക്കലുമല്ല. മറിച്ച് ആ ഭയാനകമായ പരീക്ഷണം വരുമ്പോൾ പതറിപ്പോകാതെ നമ്മുടെ ഈമാനിനെ സംരക്ഷിക്കാൻ, അതിനെ നേരിടാനുള്ള ആത്മീയമായ കരുത്ത് നേടാനാണോ? ശത്രുവിനെ കുറിച്ച് വ്യക്തമായി അറിയുന്നവനെ അവനെതിരെ പ്രതിരോധം തീർക്കാൻ സാധിക്കുകയുള്ളൂ. ഈ വിഷയം അത്രയേറെ വിശാലമായതുകൊണ്ട് ഒരു വീഡിയോയിൽ നമുക്കിത് പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് 2 ഭാഗങ്ങളായിട്ടാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ ഈ ആദ്യ ഭാഗത്തിൽ ആരാണ് ദജ്ജാൽ, അവന്റെ പിറവിയെക്കുറിച്ചുള്ള നിഗൂഢതകൾ, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ചിരുന്ന ദജ്ജാലാണെന്ന് സ്വഹാബികൾ പോലും സംശയിച്ച ആ ചെറുപ്പക്കാരന്റെ അത്ഭുതപ്പെടുത്തുന്ന കഥ എന്നിവയാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതുകൊണ്ട് പൂർണ്ണമായ ശ്രദ്ധയോടെ, ഭയഭക്തിയോടെ എന്റെ കൂടെ ഉണ്ടാവണം. നമുക്ക് ആ ചരിത്രത്തിലേക്ക്, ആ മുന്നറിയിപ്പുകളിലേക്ക് കടന്നു ചെല്ലാം. ആരാണ് ഈ ദജ്ജാൽ? ദജ്ജാല എന്ന അറബി വാക്കിന്റെ അർത്ഥം വഞ്ചകൻ, നുണയൻ, സത്യത്തെ അസത്യം കൊണ്ട് മറച്ചു വെക്കുന്നവൻ എന്നൊക്കെയാണ്. അവൻ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ നുണയനായിരിക്കും. അവന്റെ വലത് കണ്ണ് പൊട്ടിയതും മുന്തിരി പോലെ പുറത്തേക്ക് തള്ളിയതുമായിരിക്കും. ഇടത് കണ്ണിനും കാഴ്ചക്കുറവുണ്ടാകും. അവന്റെ നെറ്റിത്തടത്തിൽ കാഫിർ എന്ന് എഴുതിയിട്ടുണ്ടാകും. എഴുത്തും വായനയും അറിയുന്നവർക്കും അറിയാത്തവർക്കും എല്ലാ മുഅ്മിനീങ്ങൾക്കും അത് വായിക്കാൻ സാധിക്കും. അവൻ ഒരു ചെറുപ്പക്കാരനായിരിക്കും. തടിച്ച ശരീരവും ഇടതൂർന്ന മുടിയുമുള്ളവൻ. അവൻ ആദ്യം ഒരു നല്ല മനുഷ്യനായി, ഒരു നേതാവായി പ്രത്യക്ഷപ്പെടും. പിന്നീട് അവൻ പ്രവാചകനാണെന്ന് വാദിക്കും. അവസാനം അവൻ റബ്ബാണെന്ന്, ദൈവമാണെന്ന് വാദിക്കും. അതാണ് അവന്റെ ഏറ്റവും വലിയ കുഫർ. അവന്റെ ഫിത്ന എന്തുകൊണ്ടാണ് ഏറ്റവും വലുതാകുന്നത്? കാരണം അള്ളാഹു അവന് അസാധാരണമായ കഴിവുകൾ നൽകും. അത് നമ്മളെ പരീക്ഷിക്കാനാണ്. അവൻ ആകാശത്തോട് മഴ പെയ്യാൻ കൽപ്പിക്കുമ്പോൾ മഴ പെയ്യും. ഭൂമിയോട് സസ്യങ്ങളെ മുളപ്പിക്കാൻ പറയുമ്പോൾ അത് സംഭവിക്കും. വരണ്ടുണങ്ങിയ ഭൂമിയെ അവൻ പച്ചപ്പുള്ളതാക്കും. ജനങ്ങളുടെ കന്നുകാലികളെ അവൻ തടിപ്പിച്ചു കൊടുക്കും. ഒരു സ്ഥലത്തെ നിധിശേഖരങ്ങളോട് പുറത്തുവരാൻ പറയുമ്പോൾ തേനീച്ചകൾ റാണിയുടെ പിന്നാലെ പോകുന്നത് പോലെ ആ നിധികൾ അവനെ പിന്തുടരും. അവന്റെ ഏറ്റവും വലിയ പരീക്ഷണം എന്തായിരിക്കുമെന്നോ? അവൻ ഈമാൻ കൊണ്ട് തിളങ്ങി നിൽക്കുന്ന ഒരു യുവാവിനെ വിളിക്കും. എന്നിട്ട് അവനോട് തന്നിൽ വിശ്വസിക്കാൻ പറയും. ആ യുവാവ് പറയും, നീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയ കള്ളവാദിയായ ദജ്ജാലാണ്. ഇത് കേട്ട് ദേഷ്യം വരുന്ന ദജ്ജാൽ ആ യുവാവിനെ ഒരു വാളുകൊണ്ട് 2ആയി പിളർക്കും. എന്നിട്ട് ആ 2 കഷ്ണങ്ങളുടെ ഇടയിലൂടെ നടന്നു പോയിട്ട് അവനോട് എഴുന്നേൽക്കാൻ കൽപ്പിക്കും. അള്ളാഹുവിന്റെ അനുവാദത്തോടെ ആ യുവാവ് പുഞ്ചിരിച്ചുകൊണ്ട് ജീവനോടെ എഴുന്നേറ്റ് നിൽക്കും. അപ്പോൾ ദജ്ജാൽ ചോദിക്കും, ഇപ്പോഴെങ്കിലും നീ എന്നിൽ വിശ്വസിക്കുന്നുണ്ടോ? ആ യുവാവ് പറയും, ഇല്ല. നീ ദജ്ജാലാണെന്ന എന്റെ വിശ്വാസം ഇപ്പൊ കൂടുതൽ ഉറപ്പായിരിക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ, നമ്മുടെ കൺമുന്നിൽ ഒരാളെ കൊന്ന് ജീവിപ്പിക്കുന്നത് കണ്ടാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ ഈമാൻ എത്രത്തോളം പരീക്ഷിക്കപ്പെടും? അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഫിത്നയായിരിക്കുമെന്ന്. ഈ ദജ്ജാലിന്റെ ഫിത്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് മാത്രം ബാധകമായ ഒന്നല്ല. ലോകത്തിന്റെ തുടക്കം മുതൽ എല്ലാ പ്രവാചകന്മാരും അവരുടെ സമൂഹത്തിന് ദജ്ജാലിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പ്രവാചകനും തന്റെ സമൂഹത്തിന് ആ ഒറ്റക്കണ്ണനായ കള്ളവാദിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാതിരുന്നിട്ടില്ല. ആദം അലൈഹിസ്സലാമിന് ശേഷം വന്ന നൂഹ് അലൈഹിസ്സലാം പോലും തന്റെ കപ്പലിൽ കയറിയ അനുയായികളോട് ദജ്ജാലിന്റെ ഫിത്നയെക്കുറിച്ച് താക്കീത് നൽകിയിരുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം എല്ലാവരും ആ മഹാവിപത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ള പ്രവാചകന്മാർ നൽകാത്ത ചില വിവരങ്ങൾ കൂടി നമുക്ക് നൽകി. അവിടുന്ന് പറഞ്ഞു, അവൻ ഒറ്റക്കണ്ണനായിരിക്കും, എന്നാൽ നിങ്ങളുടെ റബ്ബ് ഒറ്റക്കണ്ണനല്ല. അവിടുന്ന് അവന്റെ അടയാളങ്ങൾ നമുക്ക് കൃത്യമായി വിവരിച്ചു തന്നു അവനെ തിരിച്ചറിയാൻ. അവനിൽ നിന്ന്
എങ്ങനെ രക്ഷ നേടണമെന്ന് പഠിപ്പിച്ചു തന്നു. സൂറത്തുൽ കഹ്ഫിലെ ആദ്യത്തെ 10 ആയത്തുകൾ മനഃപ്പാടമാക്കിയാൽ അവന്റെ ഫിത്നയിൽ നിന്ന് രക്ഷ നേടാമെന്ന് പറഞ്ഞു തന്നു. എല്ലാ നിസ്കാരത്തിലും അവന്റെ ഫിത്നയിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം തേടാൻ പഠിപ്പിച്ചു തന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം വമിൻ അദാബിൽ ഖബർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ശർരി ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ഇത് നമ്മൾ നിസ്സാരമായി കാണേണ്ട ഒരു ദുആ അല്ല, ലോക നേതാവ് പഠിപ്പിച്ചു തന്ന രക്ഷാകവചമാണ്. ഇനി നമുക്ക് നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് വരാം. ദജ്ജാലിന്റെ പിറവി. അവൻ എവിടെയാണ് ജനിച്ചത്? അവന്റെ മാതാപിതാക്കൾ ആരായിരുന്നു? അവൻ ഇപ്പോൾ എവിടെയാണ്? സത്യം പറഞ്ഞാൽ ദജ്ജാലിന്റെ ജനനത്തെക്കുറിച്ച്